കോതമംഗലം ചെറിയ പള്ളിയിലെ മാമോദിസ തൊട്ടിയിൽ സ്നാനം ചെയ്യപ്പെട്ടപ്പോഴാണ് എൽദോ എന്ന നാമധാരി ജനിച്ചത്. എൽദോ, നിങ്ങളുടെ ഐഡിയ കൊള്ളാം. ഞാനിപ്പോൾ നാട്ടിലുണ്ട്, കോതമംഗലത്ത് വരുവാണെങ്കിൽ കാണാം, ഇന്ന് തന്നെ വരണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് പിച്ച് ചെയ്തൊരു ക്ലയന്റാണ് സംസാരിക്കുന്നത്. പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ സ്ഥലത്തെത്തിയെങ്കിലും ക്ലയന്റ് ഫോൺ എടുക്കുന്നില്ല. 2ൽ കൂടുതൽ തവണ വിളിക്കുന്നത് മര്യാദയല്ലാത്തതുകൊണ്ട് തിരിച്ചു പോകാതെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറായി. ഈ പൊരി വെയിലത്ത് എവിടെ അഭയം തേടണമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഞാനൊരു മതവിശ്വാസി അല്ലെങ്കിലും ഈ അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒട്ടും വിചാരിച്ചതല്ല ഇവിടെ ഈ സമയത്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരുമെന്ന്. ജീവിതം പലപ്പോഴും കഥകളേക്കാൾ നാടകീയമാണ്. 3.5 മണിക്കൂർ ഞാൻ ക്ലയന്റിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ പുതിയ പുതിയ സാധ്യതകളും അവസരങ്ങളുമാണ് തെളിഞ്ഞു വന്നത്. ട്രേഡ് മാർക്കിംഗ് പ്രൊസീജിയറിന്റെ അവസാനത്തെ കടമ്പയായിട്ടുള്ള സിഗ്നേച്ചർ അപ്ഡേഷൻ ഞാൻ നടത്തിയതും ഈ വരാന്തയിൽ ഇരുന്നിട്ടാണ്. എൽദോ എന്ന സംരംഭകന്റെ ജ്ഞാനസ്നാനവും കഴിക്കപ്പെട്ടത് ഈ വരാന്തയിൽ വെച്ചിട്ടാണ്. എൻ്റെ അപ്പം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരുപാട് ദിവസം ഇവിടെ വന്ന് ഭജന ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. 3.5 മണിക്കൂർ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ച ക്ലയന്റ് ഫോൺ എടുക്കാൻ പറന്നുപോയെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഒട്ടും ദേഷ്യം തോന്നിയൊന്നുമില്ല. എന്നെ ഇവിടേക്ക് എത്തിച്ച അവരൊരു പക്ഷേ ഒരു മാലാഖയായിരുന്നിരിക്കാം. എൽദോ എന്ന വാക്കിന്റെ അർത്ഥവും ജനനം എന്ന് തന്നെയാണ്. എന്ത് നാടകീയമാണല്ലേ ജീവിതം.